Hi, my dear students. Welcome to the next topic, types of communication. ആശയവിനിമയ രീതികൾ. കഴിഞ്ഞ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷനും അതിന്റെ എലമെന്റ്സും ഇമ്പോർട്ടൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ വിവിധ തരം ആശയവിനിമയ രീതികളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെയിൻ ആയിട്ടും കമ്മ്യൂണിക്കേഷനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്, ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. ഫോർമൽ കമ്മ്യൂണിക്കേഷനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു മൂന്നായിട്ട്: വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം. ഇന്നത്തെ ക്ലാസ്സിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനും അതിന്റെ ക്ലാസിഫിക്കേഷൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ നോട്ട് എഴുതുമ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കണം. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് കൊടുത്തിട്ട് ഈ ഒരു ഡയഗ്രാം വരച്ച ശേഷം വേണം നോട്ട്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ആദ്യം എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ത്രൂ ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ്. ഇറ്റ് ഫ്ലോസ് ത്രൂ ദ സ്കേലാർ ചെയിൻ. ഫോർമൽ എന്ന് പറഞ്ഞാല് ഔപചാരികമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ അല്ലെ. അപ്പൊ ഒരു സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന ഔദ്യോഗികമായ ആശയവിനിമയത്തെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ ത്രൂ ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് അല്ലെ. അതായത് ഒരു സ്ഥാപനത്തിലെ അധികാര ശ്രേണി വഴി നടക്കുന്ന ഔദ്യോഗിക ആശയവിനിമയത്തിനാണ് എന്തെന്ന് പറയുന്നത്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഫ്ലോസ് ത്രൂ ദി സ്കാലാർ ചെയിൻ. ഇത് എതിലെയാണ് ഫ്ലോ ചെയ്യുന്നത്? സ്കാലാർ ചെയിൻ വഴി അല്ലെ. എന്താ സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞാല്? ദ ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് റാങ്ക്സ് ആർ നോൺ ആസ് സ്കാലാർ ചെയിൻ. നേരത്തെ പഠിച്ചല്ലേ? അതായത് അധികാര ശ്രേണി, ഏറ്റവും ഉന്നത തലം തൊട്ട് താഴത്തെ തലം വരെയുള്ള അധികാര ശ്രേണിക്കാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ജനറലി ഇറ്റ് മേ ടേക്സ് പ്ലേസ് ഇൻ ദ ഫോം ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് നോട്ട്സ്, മെമ്മോസ്, ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ് എക്സെട്ര. ഇപ്പം സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ആശയവിനിമയം നടക്കുന്നത് കൂടുതലായിട്ടും നോട്ട്സ്, കുറിപ്പുകള്, അതുപോലെ തന്നെ മെമ്മോസ്, കത്തുകള്, റിപ്പോർട്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള ഫോമിലായിരിക്കും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലും നടക്കുന്നത്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് നോക്കാം. ഇപ്പം ഡയഗ്രാം വരച്ചു. അതിനുശേഷം ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ടേക്കിംഗ് പ്ലേസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതില് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഹെഡിങ് കൊടുക്കുക. അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതേണ്ട ഭാഗമാണ് ഇപ്പൊ ടീച്ചർ മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ത്രൂ ഒഫീഷ്യൽ ചാനൽസ് ഡിസൈൻഡ് ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഔപചാരിക ആശയവിനിമയം ഫ്ലോ ചെയ്യുന്നത് എതിലെയാണ്? അതായത് ഓർഗനൈസേഷൻ ചാർട്ടില് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒഫീഷ്യൽ ചാനൽസ് വഴിയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത്. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഘടനയ്ക്കനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെ നടക്കുന്ന ആശയവിനിമയമാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ദിസ് കമ്മ്യൂണിക്കേഷൻ മേ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ എ സുപ്പീരിയർ ആൻഡ് എ subordinate and a superior, or among same cadre employees or managers. ഇത്തരം കമ്മ്യൂണിക്കേഷൻ സാധാരണ നടക്കുന്നത് ആരൊക്കെ തമ്മിലായിരിക്കും? മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥനും തമ്മിലാകാം, അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഒരേ തലത്തിലെ മേധാവികൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം തൊഴിലാളികളോ മാനേജരോ തമ്മിൽ നടക്കുന്ന ആശയവിനിമയമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. The communications may be oral or written, but generally recorded and filed in the office. സാധാരണയായി ഇത്തരം ആശയവിനിമയങ്ങൾ രേഖപ്പെടുത്തുകയും ഓഫീസിൽ സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഇത്തരം ആശയവിനിമയങ്ങൾ വാക്കുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയതാകാം. മേ ബി ഓറൽ ഓർ റിട്ടൺ, വാക്കുകൊണ്ട് വാചികമായതോ അല്ലെങ്കിൽ എഴുതിയതോ ആവാം. പക്ഷെ പൊതുവായിട്ട് ഇത്തരം ആശയവിനിമയങ്ങൾ രേഖപ്പെടുത്തുകയും ഓഫീസിൽ സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി പറയുന്നത്. നോക്കാം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മേ ബി ഫർദർ ക്ലാസിഫൈഡ് ആസ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഫോർമൽ കമ്മ്യൂണിക്കേഷനെ വീണ്ടും എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു? വെർട്ടിക്കൽ എന്നും ഹൊറിസോണ്ടൽ എന്നും. ഇനി അതിലെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം.
വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും? കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് വെർട്ടിക്കലി. ഇവിടെ ആശയവിനിമയം ഫ്ലോ ചെയ്യുന്നത് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും അല്ലെ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ അത് ഡൗൺവേർഡ് ആകാം അല്ലെങ്കിൽ അപ്വേർഡ് ആകാം. അപ്പൊ അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? അപ്വേർഡ് ആകാം, ഡൗൺവേർഡ് ആകാം. എന്തായിരിക്കും അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ അല്ലെ. It refers to flow of communication from lower level to higher level. അതായത് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ഫ്ലോ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. അതായത് ലോവർ ലെവൽ, അതായത് ഒരു സൂപ്പർവൈസർ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർവൈസർ തന്റെ പ്രൊഡക്ഷൻ മാനേജറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അതായത് സൂപ്പർവൈസർ ലോവർ ലെവലിലുള്ള ആളാണ്, പ്രൊഡക്ഷൻ മാനേജർ മിഡിൽ ലെവൽ മാനേജർ ആണ് അല്ലെ. അപ്പൊ അവര് തമ്മിലുള്ള ആ സൂപ്പർവൈസർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പ്രൊഡക്ഷൻ മാനേജറോട് വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കംപ്ലൈന്റ്സോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്? അതൊരു അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു സബോർഡിനേറ്റ്സ് വർക്ക് പെർഫോമൻസ്, ഒപ്പീനിയൻസ്, സജഷൻസ്, കംപ്ലൈന്റ്സ് എക്സെട്ര. അപ്പൊ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ ആകാം? അതായത് അവരുടെ വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ചാകാം, അവരുടെ ഒപ്പീനിയൻസ് ആകാം, സജഷൻസ് ആകാം, കംപ്ലൈന്റ്സ് ഒക്കെ ആകാം അല്ലെ. ഇനി നേരെ മറിച്ച് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത്? ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അതായത് ഒരു സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മിഡിൽ ലെവൽ മാനേജറോടോ അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജർ അവർക്ക് താഴെയുള്ള ലോവർ ലെവൽ മാനേജേഴ്സിനോടൊക്കെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൗൺവേർഡ് അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത്? ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ. അതായത് മേലധികാരി എന്തെങ്കിലും നോട്ടീസുകൾ താഴെ ഉള്ള സബോർഡിനേറ്റിനെ അറിയിക്കുന്നതിന് വേണ്ടി നോട്ടീസുകളോ അല്ലെങ്കിൽ സർക്കുലറുകളോ മെമ്മോസോ റിപ്പോർട്ടുകളോ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിനുള്ള ഒരു നോട്ടീസ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആശയവിനിമയം നടത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. നോക്കാം. ഇപ്പൊ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഇതിന്റെ അകത്ത് ഒരു പാരഗ്രാഫ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്കത് അങ്ങനെ വേണ്ട, അതിനെ ഒരു പോയിന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എഴുതാൻ. ഇപ്പൊ ഫോർമൽ കമ്മ്യൂണിക്കേഷന് മെയിൻ ഹെഡിങ് എഴുതി, അതിനുശേഷം അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എഴുതുന്നത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഹെഡിങ് കൊടുക്കുക. അതിൽ ഫസ്റ്റ് ഇവിടെ 1 എന്ന നമ്പർ ഇട്ടിട്ട് എന്ത് ഹെഡിങ് കൊടുക്കുക? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഹെഡിങ് ആയിട്ട് എഴുതുക. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആകാം? അതായത് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് വെർട്ടിക്കലി, ദാറ്റ് ഈസ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ത്രൂ ഫോർമൽ ചാനൽസ്. ഫോർമൽ ചാനൽ വഴി വെർട്ടിക്കൽ ആയിട്ടോ ഡൗൺ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടോ ഫ്ലോ ചെയ്യുന്ന വെർട്ടിക്കൽ അപ്വേർഡ് ആയിട്ടോ ഡൗൺവേർഡ് ആയിട്ടോ ഫ്ലോ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ഇനി എ എന്ന നമ്പർ കൊടുത്തിട്ട് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുക. അതായത് the upward communication refer to flow of communication from subordinate to superior. സബോർഡിനേറ്റിൽ നിന്ന് സുപ്പീരിയറിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എന്തെന്ന് പറയുന്നത്? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് എ എന്ന നമ്പർ കൊടുത്ത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷന്റെ മീനിങ് ആയിട്ട് എഴുതുക. അതിനുശേഷം അതിന് എക്സാമ്പിൾ എഴുതണം. അതിന്റെ താഴെ കണ്ടോ എക്സാമ്പിൾസ് ഓഫ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, താഴെ എക്സാമ്പിൾ എന്ന് കൊടുത്തിട്ട് ഈ കിടക്കുന്ന എക്സാമ്പിളും കൂടി അതിന്റെ അകത്ത് എഴുതി ചേർക്കുക കേട്ടോ. അപ്വേർഡ് കമ്മ്യൂണിക്കേഷന്റെ എന്താണ് നോക്കിക്കാം. ആപ്ലിക്കേഷൻ ഫോർ ഗ്രാന്റ് ഓഫ് ലീവ്, സബ്മിഷൻ ഓഫ് പ്രോഗ്രസ് റിപ്പോർട്ട്, റിക്വസ്റ്റ് ഫോർ ഗ്രാന്റ്. അപ്പൊ ഇത്രയും ഇവിടം വരെ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ എക്സാമ്പിൾ ഒക്കെ എഴുതുക. നെക്സ്റ്റ് ഇനി നമുക്ക് എഴുതേണ്ടത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷന്റെ മീനിങ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. നോക്കിക്കേ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഇൻഡിക്കേറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ഫ്രം എ സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. സുപ്പീരിയർ നിന്ന് സബോർഡിനേറ്റിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾസും കൂടി എഴുതണം. ഇനി എക്സാമ്പിൾ എന്ന് കൊടുത്തിട്ട് ഏത് എഴുതുക? ഇവിടെ കിടക്കുന്നുണ്ടോ? ഇവിടെ തൊട്ടുള്ളത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾസ് ഓഫ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ്? സെൻഡിങ് നോട്ടീസ് ടു എംപ്ലോയീസ് ടു അറ്റൻഡ് എ മീറ്റിംഗ്, ഓർഡറിംഗ് സബോർഡിനേറ്റ്സ് ടു കംപ്ലീറ്റ് ആൻഡ് അസൈൻഡ് വർക്ക്, passing on guidelines framed by top management to the subordinate etc. അപ്പൊ ഇവയെല്ലാം ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതണം. ഫോർമൽ കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതാണ്? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ നോക്കാം. അപ്പോഴും നോക്കിയേ. ഇനി ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, transmission of information among the persons of the same level
ആൻഡ് സ്റ്റാറ്റസ് ഈസ് നോൺ ആസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? തിരശ്ചീനമായിട്ടുള്ള ആശയവിനിമയം അല്ലെ. അതായത് ഒരേ തലത്തിലും ഒരേ പദവിയിലുമുള്ള ആളുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതിനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്നും ഇതിനെ വിളിക്കും. നോക്കിക്കേ, ഇവിടെ മിഡിൽ ലെവൽ മാനേജേഴ്സ് അവർ തമ്മിൽ പരസ്പരം നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ഒരേ ലെവലിലുള്ളവരല്ലേ, അതെന്താണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ ലോവർ ലെവൽ മാനേജേഴ്സ് സൂപ്പർവൈസേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസറും സൂപ്പർവൈസറും, അങ്ങനെ ഒരേ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരേ തലത്തിലുള്ള ആളുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം പർച്ചേസ് മാനേജർ ടു ദി പ്രൊഡക്ഷൻ മാനേജർ. പർച്ചേസ് മാനേജർ പ്രൊഡക്ഷൻ മാനേജറുമായിട്ട് വിവരങ്ങൾ കൈമാറുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി നമ്മുടെ ടെക്സ്റ്റിനകത്ത് നോക്കാം. അപ്പൊ 1 വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എഴുതി, അടുത്ത 2 എന്ന നമ്പർ കൊടുത്തിട്ട് ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ 2 എഴുതണം കേട്ടോ. ചിലപ്പോൾ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കിടക്കുന്നത്. അപ്പൊ അത് എന്നാന്ന് ഓർത്തിരിക്കരുത്, അത് ഏത് തന്നെയാണ്? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ 2 എന്ന നമ്പർ കൊടുക്കുക, ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ വൺ ഡിവിഷൻ ആൻഡ് അനദർ. ഇത് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിവിഷനും മറ്റൊരു ഡിവിഷനും തമ്മിലാണ് ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ പ്രൊഡക്ഷൻ മാനേജർ മേ കോൺടാക്ട് മാർക്കറ്റിംഗ് മാനേജർ ടു ഡിസ്കസ് അബൌട്ട് ഷെഡ്യൂൾ ഓഫ് പ്രൊഡക്റ്റ് ഡെലിവറി, പ്രോഡക്റ്റ് ഡിസൈൻ, ക്വാളിറ്റി എക്സെട്ര. അതായത് പ്രൊഡക്ഷൻ മാനേജർ മാർക്കറ്റിംഗ് മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അതായത് പ്രോഡക്റ്റ് ഡെലിവറി സംബന്ധിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ, പ്രോഡക്റ്റ് ഡിസൈൻ അതല്ലെങ്കിൽ ക്വാളിറ്റിയെ സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറും തമ്മിൽ നടക്കുന്ന ആശയവിനിമയം ഏതാണ്? ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നതാണ്. ഇത്രയുമാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനും അതിന്റെ ക്ലാസിഫിക്കേഷനും. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.